നമുക്ക് മറ്റ് പല രോഗങ്ങളും ആശങ്കയായി തുടരുന്നു. ഉദാഹരണത്തിന് അമീബിക് മസ്തിഷ്ക ജ്വരം. അതിനിടയിൽ എലിപ്പനി കൂടി വ്യാപകമാവുകയാണ്. ഈ മഴയും കൂടിയൊക്കെ വരുന്നതോടുകൂടി അത് കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുമുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഇതിന് മാത്രമായി സ്വീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മാർഗനിർദ്ദേശങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ടോ? എന്തായാലും അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൂടി ആരോഗ്യവകുപ്പ് നൽകുകയാണ്. അതായത് അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മൾ പല രീതിയിൽ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ ജാഗ്രത ഇപ്പോൾ തുടരുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും എലിപ്പനി കൂടി ഒരു ആശങ്കയായി മുന്നിലേക്ക് വരുന്നത്. അതായത് വെള്ളിയാഴ്ച വരെയുള്ള കണക്കാണ് ആരോഗ്യവകുപ്പിൻ്റെ സൈറ്റിൽ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ആശങ്കപ്പെടുത്തുന്ന കണക്കാണ്. സെപ്റ്റംബർ 19 വരെ, ഈ മാസം മാത്രം 19 വരെ മാത്രം മരിച്ചത്, ജീവൻ നഷ്ടപ്പെട്ടത് 23 പേർക്കാണ്. ഒപ്പം ഈ വർഷം 149 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. വെള്ളിയാഴ്ച, അതായത് ഈ ഏറ്റവും ഒടുവിലത്തെ ദിവസം വെള്ളിയാഴ്ച വരെയുള്ള കണക്കുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച മാത്രം 17 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അങ്ങനെ എന്തായാലും ഈ രോഗം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ ചികിത്സ നേടിയാൽ ഈ രോഗമുക്തി നേടാമെന്നുള്ളത് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഏറ്റവും പ്രധാനമായുള്ളത്. കാരണം ഈ എലിപ്പനിയെ സംബന്ധിച്ച് ആന്തരിക അവയവങ്ങളെ, ഒരു ഘട്ടം കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങളെയാണ് ഇത് ബാധിക്കുക. ഡോക്സിസൈക്ലിൻ പോലുള്ള മരുന്ന് കഴിച്ച് പ്രതിരോധം തീർക്കാം. ഒപ്പം കൃത്യമായ ചികിത്സ എടുത്താൽ ഇതിന് കൃത്യമായ പ്രതിരോധമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് കൃത്യമായി ചെയ്യുക, ജാഗ്രത പാലിക്കുക എന്നുള്ള കാര്യമുണ്ട്. മോദി സൂചിപ്പിച്ചതുപോലെ ഈ മഴ കൂടുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ കൂടി ഒരു ജാഗ്രത നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി എടുക്കേണ്ടതായുണ്ട്. എന്തായാലും അതിനൊപ്പം പനി കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസം, വ്യാഴം വെള്ളി ദിവസങ്ങളിൽ 1400-ലേറെ പേർക്കാണ് ഈ പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പനി വരുന്നു, ഒപ്പം എലിപ്പനി കൂടി വരുന്നു. എന്തായാലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ, ഡോക്സിസൈക്ലിൻ ഉൾപ്പെടെയുള്ള മരുന്ന് കൃത്യമായി എടുക്കണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും മഴ കൂടി ഇത്തരത്തിൽ വരുമ്പോൾ അതിൻ്റെ ആശങ്ക വർദ്ധിക്കുകയാണ്. കണക്കുകൾ എന്തായാലും ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ ജാഗ്രത പാലിക്കേണ്ടത് വ്യക്തിപരമായി നമ്മളാണൊപ്പം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വെള്ളക്കെട്ടിലേക്ക് കാര്യങ്ങൾ പോയാൽ അതുകൂടി നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ എടുക്കണം എന്നുള്ള ആവശ്യം കൂടി ഉയരുന്നുണ്ട്. മോദി.